പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അത്ഭുതവും വിശ്വാസവും എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെ പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായി. കൊച്ചിയിൽ നടന്ന ഒരു സംഭവം. അപ്പോൾ അതിന് ശേഷം പലരും അതിനൊക്കെ എതിരെ തർക്കിക്കാനൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ ആത്മീയത എത്രമാത്രം മാറിയിരിക്കുന്നു. ഇന്ന് നിരവധി സ്ഥാപനങ്ങളും നിരവധി വ്യക്തികളും മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അതിനെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കും എന്നുള്ള പരസ്യം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനയിൽ കൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ പരസ്യമാക്കിക്കൊണ്ട് നിരവധി പേരെ ഇതിലേക്ക് ആകർഷിക്കുക. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് അവിടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുക, ആ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുക, അത് പരസ്യമാക്കുക എന്നുള്ളൊരു ട്രെൻഡ് ഇന്ന് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, പല സ്ഥാപനങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആത്മീയത എത്രമാത്രം നല്ലതാണ്, നമുക്ക് അത് ശരിയായിട്ടുള്ളതാണോ എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ചിന്തയിൽ കൂടെ, അല്ലെങ്കിൽ എൻ്റെ ഈ സംസാരത്തിൽ കൂടെ നമുക്കതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. നമുക്കറിയാം, പണ്ടത്തെ ഒരു ആത്മീയത, പണ്ടത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യമായിട്ട് കരിസ്മാറ്റിക് നവീകരണം വന്ന സമയത്ത്, ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ്. മറ്റുള്ള പെന്തക്കോസ്ത് വിഭാഗങ്ങളെ പറ്റിയൊന്നും നമ്മളിവിടെ ചിന്തിക്കുന്നില്ല, അവരെ പറ്റി പറയുന്നില്ല. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ വേറെയാണ്. ഇത് കത്തോലിക്ക വിശ്വാസത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കരിസ്മാറ്റിക് മുന്നേറ്റം വരുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിലൊരു ആത്മീയത എന്ന് പറയുന്നത്, എല്ലാവരും പള്ളിയിൽ പോകുന്നു, ഇടവകളിൽ പോകുന്നു, കുർബാനയിൽ പങ്കുകൊള്ളുന്നു. അവിടെ കുർബാന മധ്യേ വൈദികൻ പറയുന്ന വചനവ്യാഖ്യാനം, ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വചനവ്യാഖ്യാനം ശ്രദ്ധിക്കുന്നു. അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവർ ഓരോ ദിവസവും വീട്ടിൽ പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകൾ നടത്തുന്നു, കൊന്തെത്തിക്കുന്നു. അങ്ങനെയുള്ള ബേസിക് പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും പള്ളിയോട് ചേർന്ന്, ഇടവക പള്ളിയോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു ആത്മീയതയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കരിസ്മാറ്റിക് നവീകരണം കേരളത്തിലേക്ക് വന്നപ്പോൾ നിരവധി ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ടായി. അപ്പോൾ അവിടെയെല്ലാം കൂടുതൽ വചനം പ്രഘോഷിക്കാനായിട്ട് തുടങ്ങി, ബൈബിളിനെ കൂടുതലായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി, ബൈബിളിലുള്ള വചനങ്ങൾ എടുത്തുകൊണ്ട് അതിനെ വിശദീകരിക്കാനായിട്ട് തുടങ്ങി. അത് പഠിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് ആ വചനം വായിക്കുകയും അതിൽ കൂടെ കൂടുതൽ അറിവുകൾ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ വചന പ്രഘോഷണം നടത്തുമ്പോൾ അത്ഭുതമായിട്ടുള്ള പല സംഭവങ്ങളും സംഭവിക്കുന്നു, പല അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പലരുടെയും രോഗം ഭേദമാകുന്നു, പല കാര്യങ്ങളും, അവർക്ക് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നേരെയാകുന്നു, സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ വലിയ മാനസാന്തര അനുഭവങ്ങൾ ലഭിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ വചനപ്രഘോഷണത്തിൽ കൂടെ ഉണ്ടായി. അപ്പോൾ കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു വചനം പ്രഘോഷിക്കുക, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിനായിട്ട് ജനങ്ങളെ ഒരുക്കുക. അപ്പോൾ അതിന് നിരവധി ക്ലാസ്സുകൾ അതിനോട് ബന്ധപ്പെട്ട്, വചനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാപ മേഖലകളെ പറ്റി ഓരോ വ്യക്തിയെയും ബോധവാന്മാരാക്കുക. അവരെത്രമാത്രം പാപത്തിലാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് അതിൽ നിന്നും മോചനം നേടേണ്ടത്, ദൈവത്തിൻ്റെ രക്ഷ സ്വീകരിക്കാനായിട്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ പറ്റി അവരെ ബോധ്യപ്പെടുത്തുക. ദൈവം എന്തിനാണ്, ഈശോ എന്തിനാണ് ഭൂമിയിൽ വന്നത്, ഈശോ വഴിയായിട്ട് മാത്രമാണ് നമുക്ക് രക്ഷയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ, യേശുവിൽ കൂടെ നൽകുന്ന രക്ഷയെപ്പറ്റി, ഇതൊക്കെ തന്നെയായിരുന്നു
കരിസ്മാറ്റിക് മുന്നേറ്റങ്ങളിലൂടെ വരുന്ന ധ്യാന കേന്ദ്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊരിക്കലും സഭാവിരോധമായിരുന്നില്ല. കാരണം സഭയിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ തന്നെയാണ് അവരന്നും പഠിപ്പിച്ചിരുന്നത്. സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അതിൽ കൂടാതെ ഒന്നല്ല. സഭയിൽ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളെ വളരെ കൃത്യമായിട്ട് വചനത്തിൻ്റെ ബേസിസിലായിരുന്നു അത് പ്രഘോഷിച്ചുകൊണ്ടിരുന്നതും പഠിപ്പിച്ചുകൊണ്ടിരുന്നതും. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നിരവധി വ്യക്തികൾ പലരും പല പാപത്തിൽ വളരെ മോശം അവസ്ഥയിലൊക്കെ ജീവിച്ചിരുന്നവരൊക്കെ ധ്യാനം കൂടുമ്പോൾ, വചനം കേട്ട് കഴിയുമ്പോൾ അവർക്ക് മാനസാന്തര അനുഭവം ലഭിക്കുകയും അവരൊരു പുതിയ മനുഷ്യരായിട്ട് മാറുകയും ചെയ്യുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. നമ്മുടെ ഇടയിലൊക്കെ, നമ്മുടെ അയൽവക്കത്തും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിരവധി പേര് അങ്ങനെ ഒരു ധ്യാനം കൂടിയതിന് ശേഷം 180 ഡിഗ്രി തിരിഞ്ഞ ഒരു സ്വഭാവമായിട്ട് മാറുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരും ശുശ്രൂഷകരായിട്ട് മാറുന്നവരും കഠിന പാപികളൊക്കെ അവർക്കൊക്കെ മാനസാന്തരം ലഭിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, പലരുടെ സാക്ഷ്യങ്ങൾ വഴിയായിട്ട് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല രോഗസൗഖ്യങ്ങളും, വിട്ടുമാറാത്ത രോഗങ്ങൾ സുഖമാക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഈ വചനപ്രഘോഷണമായിരുന്നു. വചനപ്രഘോഷണം, വിശുദ്ധ കുർബാന, ദൈവാരാധന, ഈ 3 വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ധ്യാന കേന്ദ്രങ്ങളും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അവിടെ എല്ലാവരുടെയും ബേസ് ഈ വിശുദ്ധ കുർബാന ഉണ്ട്. വിശുദ്ധ കുർബാനയിൽ നിന്ന് അവർ മാറാറില്ല. വചനപ്രഘോഷണത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. മനുഷ്യൻ്റെ അനുതാപം, കുമ്പസാരം, കൂദാശകളൊക്കെ അവിടെ നടന്നിരുന്നു. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ പോട്ട ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന നാക്യപറമ്പിൽ അച്ഛൻ പറഞ്ഞിരുന്നൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഒരു ധ്യാന കേന്ദ്രത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണ് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിന് തന്നെ ഉത്തരം പറയുകയാണ്, ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ അന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്കത് അത്രയും വലിയ ദഹിക്കുന്ന കാര്യമായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹം ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. അദ്ദേഹം കൂടുതലും വചനങ്ങളിൽ കൂടെ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടുതൽ വിശേഷങ്ങളോ തമാശകളോ ഒന്നും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരാറില്ല. അദ്ദേഹം 15 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ ഒരു 50 വചനമെങ്കിലും അദ്ദേഹം പറയും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് അന്ന് എനിക്ക് അത്രയധികം ദഹിച്ചില്ലെങ്കിലും പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവമാണ്. ഒരു വ്യക്തിയുടെ ജീവിതം അങ്ങനെ തന്നെ മാറി അവർക്ക് മാനസാന്തരം ലഭിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്നു തങ്ങൾ ഇതുവരെ ചെയ്തു വന്നിരുന്നത് തെറ്റായിരുന്നു, ഇതിൽ നിന്നെല്ലാം എനിക്ക് മോചനം വേണം, ഞാൻ ഒരു പുതിയൊരു മനുഷ്യനാകണം എന്ന് ഒരാൾ ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമൊന്നുമല്ല. അത് എത്ര നമ്മൾ ആൾക്കാരെ ഇരുത്തി മണിക്കൂറുകളോളം സംസാരിച്ചാലും പല ബോധ്യങ്ങൾ നമ്മൾ കൊടുത്താലും ഒരു വ്യക്തി മാനസാന്തരപ്പെടുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞ ഉപദേശം കൊണ്ട് മാനസാന്തരപ്പെട്ടവരൊക്കെ വളരെ ചുരുക്കം മാത്രമാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ടെങ്കിൽ തന്നെ അത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ദൈവം പ്രവർത്തിക്കാതെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ മാനസാന്തരം എന്ന് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി ഇതുവരെ ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നും, മോശം സാഹചര്യത്തിൽ നിന്നും മാറാനായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു സമയമാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാനസാന്തരം തന്നെയാണ് ഒരു വ്യക്തിയിലെ അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രം ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. ആ വ്യക്തി ഇതുവരെ ജീവിച്ചു വന്ന മോശം ജീവിത സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നല്ല മനുഷ്യനായിട്ട് തീരുന്നു. ഇനി നന്മയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്ന കാര്യമാണ് ഒരു ധ്യാന കേന്ദ്രം ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതോടൊപ്പം തന്നെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ പാപം നമുക്കറിയാം, പാപം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പലപ്പോഴും ക്ഷമിക്കാൻ കഴിയാതെ നമ്മൾ
മറ്റുള്ളവരുടെ വെറുപ്പ് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് രോഗമായിട്ട് നമ്മളെ ബാധിക്കും. അതുപോലെ തന്നെ പല തെറ്റുകളും ചെയ്തുകൊണ്ട് അത് മറച്ചു പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് തിന്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തിന്മ പിശാചിൻ്റെയാണ്. അപ്പോൾ പിശാചൻ എന്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കാം. എന്ത് വേണമെങ്കിലും നമ്മുടെ ആരോഗ്യത്തിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ സ്നേഹബന്ധങ്ങളിലൊക്കെ അവന് കൈകടത്താനും അതിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നൊരു വ്യക്തി ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ പാപത്തിൽ നിന്ന് മോചനം നേടുമ്പോൾ കുമ്പസാരത്തിൽ കൂടെ, ഒരു നല്ലൊരു കുമ്പസാരത്തിൽ കൂടെ, പാപബോധത്തിൽ കൂടെ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ തിന്മ ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ആ തിന്മ ഉണ്ടാക്കിയിരുന്ന രോഗങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളൊക്കെ ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്നുണ്ടായ രോഗസൗഖ്യം, അതുപോലെ തന്നെ ബന്ധനങ്ങൾ വിട്ടുമാറുന്നു, ബാധ്യതകൾ വിട്ടുമാറുന്നു, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വചനപ്രഘോഷണ കേന്ദ്രങ്ങളുടെ പ്രധാന കർത്തവ്യം ഇതാണ്: ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുക, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, ക്രിസ്തുവിൽ കൂടെ ലോകത്തിലേക്ക് വന്ന രക്ഷ എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായി എന്താണ് നടക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതും, അതല്ലാതെ അതിൽ കൂടുതലൊന്നും സഭ പഠിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ സുവിശേഷ പ്രഘോഷണം എന്താണ്? ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷ പ്രഘോഷണം? എന്താണ് സുവിശേഷം? സുവിശേഷം എന്നുള്ളത് ബൈബിളിലെ പുതിയ നിയമത്തിലെ മത്തായി മർക്കോസ് എഴുതിയ വചനഭാഗങ്ങൾ വായിക്കുക എന്നുള്ളതല്ല സുവിശേഷം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നുള്ളത് ഒന്നേ ഉള്ളൂ, അല്ലേ? യേശുവിൻ്റെ ജനന സമയത്ത് മാലാഖമാർ പാടിയ കീർത്തനം തന്നെയാണ്, അല്ലെങ്കിൽ മാലാഖമാർ ആട്ടിടയന്മാരോട് പറഞ്ഞ കാര്യം തന്നെയാണ് സുവിശേഷം, അല്ലേ? ഈ ലോകത്തിന് വേണ്ടി ഒരു രക്ഷകൻ ഭൂജാതനായി, ഈ ലോകത്തിന് വേണ്ടി ഒരു രക്ഷകൻ, ദൈവത്തിൻ്റെ മകൻ ഭൂമിയിൽ അവതരിച്ചു. അവൻ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, മരിച്ചു. അവൻ്റെ മരണം വഴി നമുക്ക് പാപമോചനം ലഭിച്ചു. അവൻ നമ്മളുടെ പാപങ്ങളും ഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സ്വയം കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. ആ മരണം വഴിയായിട്ട് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള രക്ഷ നമുക്കും കിട്ടി. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറി. ആ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക്, ആ രക്ഷ സ്വീകരിക്കുന്നവർക്ക് നിത്യമായി ജീവിക്കാനുള്ള നിത്യമായുള്ള ഒരു ജീവിതം നമുക്ക് ദൈവം സമ്മാനമായി നൽകി. ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നു എന്നുള്ളത് തന്നെയാണ് സുവിശേഷം. ആ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും യേശുക്രിസ്തു വഴി ലഭിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം. അപ്പോൾ ഇത് പറയാതെ നമുക്ക് വേറൊരു സുവിശേഷമില്ല, അല്ലേ? കേവലം ബൈബിളിലെ ഏതെങ്കിലുമൊക്കെ അധ്യായങ്ങളെടുത്ത് സംസാരിച്ചു കൊണ്ടോ ഏതെങ്കിലും ഒരു ഉപമ പറഞ്ഞ് നമ്മൾ ആൾക്കാരോട് സംസാരിച്ചു കൊണ്ടൊന്നും സുവിശേഷ പ്രഘോഷണമാവില്ല. സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ ക്രിസ്തുവിനെ പറ്റി പറയണം. ക്രിസ്തു എന്തിനാണ് ഇവിടെ വന്നത്? ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, വേറൊരു വഴിയിൽ കൂടിയും രക്ഷയില്ല എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മാത്രമാണ് അത് സുവിശേഷ പ്രഘോഷണമാകുള്ളൂ, അല്ലേ? അപ്പോൾ ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെ പറ്റി, അപ്പോൾ പഴയ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളിലൂടെ ചിന്താഗതിയും അവർ ഈ ക്രൈസ്തവ സഭയ്ക്ക് നൽകിയ വലിയ സംഭാവനകളെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. അതുവഴി തന്നെയാണ് ഇത്രയധികം സുവിശേഷകർ, ശുശ്രൂഷകരും അതുപോലെ തന്നെ ഇത്രയും തീക്ഷ്ണതയുള്ള വൈദികരൊക്കെ കേരള സഭയിലുണ്ടായത്. ഈ കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിൽ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ, ചില ഡീവിയേഷൻസൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ വലിയൊരു നന്മ നമ്മുടെ കേരള സഭയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഒരുപാട് പേര് വചനം വായിക്കുന്നവരായി, ബൈബിൾ പഠിക്കുന്നവരായി,
വചനത്തിൽ ആഴപ്പെടുന്നവരായി, ക്രിസ്തുവിനെ കൂടുതൽ കൂടുതൽ അറിയുന്നവരായി മാറി, ദൈവാനുഭവം ലഭിക്കുന്നവരായി മാറി, പരിശുദ്ധ വരദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് മാറി. അങ്ങനെ നിരവധി പേര് അങ്ങനെ വളർന്നു കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളിലൂടെ. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? ഇപ്പോഴത്തെ ട്രെൻഡ് നമുക്കറിയാം. ഏതെങ്കിലും ആവശ്യങ്ങൾ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഞങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, കുറച്ച് പ്രാർത്ഥനകൾ, കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടത്തി കിട്ടും. അപ്പോൾ അതിൽ കൂടാതെ വേറെ ഒന്നും അവിടെ പറയാൻ അവർക്കില്ല. നിങ്ങളൊരു ആവശ്യമായിട്ട്, നിങ്ങൾ 5 or 6 ആവശ്യങ്ങളായിട്ട് ഇങ്ങോട്ട് പോരെ, നിങ്ങൾ ഒരു 10 or 30 ദിവസവും ഞങ്ങൾ പറയുന്ന ഈ പ്രാർത്ഥനകൾ മുടക്കം കൂടാതെ, അല്ലെങ്കിൽ ഈ ക്രിയകൾ ഇങ്ങനെ മുടക്കം കൂടാതെ ചെയ്തോളൂ. അത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും. ഇത് മാത്രം അവർ പറഞ്ഞ് അവിടെ വയ്ക്കുന്നു. അപ്പോൾ ഇതിൽ പല സ്ഥാപനങ്ങളുണ്ട്, കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളുണ്ട്, പല വൈദികരും ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പല മൂവ്മെൻറ്റുകളും ഇതിൻ്റെ പിറകിലുണ്ട്. ആരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിച്ചാലും നോക്കിയാലും കാണുന്ന ദൂരത്തിലൊക്കെ തന്നെ ഇവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആത്മീയതയുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയെ അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിനെ അറിഞ്ഞവൻ പ്രഘോഷിക്കേണ്ടത് എന്താണ്? ക്രിസ്തുവിനെ അറിഞ്ഞവൻ പ്രഘോഷിക്കേണ്ടത് ക്രിസ്തുവിലൂടെ കരഗതമായിട്ടുള്ള രക്ഷയാണ് മറ്റുള്ളവന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അവന് ക്രിസ്തുവിനെയാണ് നൽകേണ്ടത്, അല്ലേ? ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, ക്രിസ്തുവിനെ അവന് സ്വന്തമാക്കി കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം ക്രിസ്തു അവനിലേക്ക് വരുമ്പോൾ എല്ലാം അവനിൽ സംഭവിക്കും. അവൻ്റെ നഷ്ടപ്പെട്ടു പോയതൊക്കെ അവന് തിരിച്ചു കിട്ടും. ചിലപ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചു കിട്ടില്ല, അത് ദൈവം ആഗ്രഹിക്കാത്തതാണെങ്കിൽ അത് നടക്കില്ല. അല്ലെങ്കിൽ അവന് മാനസാന്തരം ഉണ്ടാവും, അവൻ ഇതുവരെ ജീവിച്ചു വളർന്ന പാപാവസ്ഥകൾ അവൻ ഉപേക്ഷിക്കും. അപ്പം അങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു സുവിശേഷം പ്രഘോഷിക്കേണ്ടത്, അല്ലേ? കേവലം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുന്നു, ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ ആഗ്രഹങ്ങളൊക്കെ നടത്തി കിട്ടിയതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ പിന്നെ ജീവിക്കുന്ന ഈ ട്രെൻഡിനെ നമ്മൾ പിശാചിൻ്റെ ട്രെൻഡ് എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം, അല്ലേ? അപ്പോൾ ഇത് ഈ അടുത്ത കാലത്ത് വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. ചിന്തിച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ധ്യാന കേന്ദ്രങ്ങളിൽ വേറൊന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. ബൈബിളിലെ വചനങ്ങൾ പറയുന്നുണ്ട്, അവർ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നുണ്ട്, കൊന്ത ചെല്ലാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കാം. അപ്പോൾ അതിലൊന്നും തിന്മ കാണാനില്ല. പക്ഷേ എവിടെയാണ് അപ്പോൾ തിന്മ? അപ്പോൾ വിശ്വാസികൾ കൺഫ്യൂസ്ഡ് ആവണം, അല്ലേ? ഒരു കൂട്ടർ പറയുന്നു ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലോ ഇങ്ങനത്തെ കാര്യങ്ങളിലോ പോകരുത്, പക്ഷെ ഒരു കൂട്ടർ പറയുന്നു ഇത് കൊണ്ട് കുഴപ്പമില്ല, അവിടെ ഇത് ക്രൈസ്തവ സഭ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്, കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്ന് ബൈബിളിൽ ഒന്ന് പരിധി നോക്കിയാൽ അറിയാം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുക എന്നുള്ളത് കൊണ്ടു മാത്രം അത് ദൈവികമാവണമെന്നില്ല. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാര്യം, നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം ഒരാൾ നടത്തി തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സംഭവം ഒരാളോട് പ്രാർത്ഥിച്ചതിന് ശേഷം അത് നടത്തി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ദൈവം പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ തെളിവല്ല. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മാത്രമല്ല അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്, അല്ലേ? ഇന്ന് ലോകത്ത് നിരവധി മതങ്ങളുണ്ട്. അവിടെ എല്ലാം പ്രാർത്ഥിക്കാൻ പോകുന്ന വ്യക്തികളുണ്ട്. പലർക്കും നിരവധി അനുഗ്രഹങ്ങൾ പല സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാറുണ്ട്.
അവിടെ ഒന്നും അനുഗ്രഹം ലഭിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നിരവധി പേര് നിരവധി തെളിവുകളായിട്ട് വരുന്നുണ്ട്. പല സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ പോയി പല ദൈവങ്ങളോട് പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയ അത്ഭുതങ്ങളൊക്കെ അവർ സാക്ഷ്യപ്പെടുത്താറുണ്ട്. അപ്പോൾ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ എന്നുള്ളത് ദൈവത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്നത് ദൈവം ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് കിട്ടുന്നതാണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ കേവലം നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ അവസാന കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ അവസാന കാലഘട്ടത്തിലെ പരീക്ഷകളെ പറ്റി കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ 24 അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ ഓരോരുത്തരെയും അല്ലേ. നമുക്കറിയാം ഈ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നത് വളരെ അടുത്താണ്. അപ്പോൾ ഈ ഒരു അവസാന കാലഘട്ടത്തെ പറ്റി കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും. അപ്പോൾ 24 അധ്യായത്തിൽ 24 വാക്യം തൊട്ട് നമുക്ക് വായിച്ച് നോക്കിയാൽ ഇങ്ങനെ കാണാം. 23 വാക്യം തൊട്ട് നമുക്ക് വായിച്ചു നോക്കാം. ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവൻ മരുഭൂമിയിലുണ്ടെന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത്. അവൻ മുറിക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പോൾ കർത്താവ് എല്ലാവരെയും വാൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ വിശ്വാസിയുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വിശ്വസിക്കും. ആരിൽ വിശ്വസിക്കും? സത്യം പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ ശരിയായത് പറയേണ്ട സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾക്ക് പല കാര്യങ്ങളെയും ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ സാധാരണ വ്യക്തി എങ്ങനെ വിശ്വസിക്കും ഇതിലൊക്കെ? അപ്പോൾ ഇതിൽ കർത്താവ് പറയുന്നൊരു കാര്യമാണ്, അന്ത്യദിനത്തിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഈ ഒരു വിവേകം കിട്ടുള്ളൂ. അത് ദൈവം ചിലപ്പോൾ ചില ആളുകളെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കാം, അവർക്കാണ് ഈ ബോധ്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് കുറ്റം പറയാനായിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെ, അതായത് ഒരു കുടുംബത്തിൽ തന്നെ 2 പേരുണ്ടാവും. ഒരാൾ വേറൊരാൾ കുറ്റം പറയും, ഒരാൾ മറ്റൊരാൾക്കെതിരെ നിൽക്കും. ഇതൊക്കെ ഈ അവസാന കാലഘട്ടത്തിൽ ഉള്ള സംഭവമാണ്. കാരണം 2 പേരും തമ്മിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. 2 പേരും ദൈവവിശ്വാസികളാണ്, പക്ഷേ തമ്മിൽ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതിവിടെ നമ്മൾ ഈ പിശാചിൻ്റെ കെണി, സാത്താനിൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അവസാന കാലഘട്ടത്തിൽ അവൻ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അത്രയധികം ബുദ്ധിയുള്ളവനും അത്രയധികം കൗശലക്കാരനാണ്. ഏത് നന്മയുടെ സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ടുപോലും അവന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഇന്നൊരു അനുഗ്രഹത്തിനായിട്ടൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിലോ ചെല്ലുന്നു. അപ്പോൾ അവിടെ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ അവസ്ഥകളൊന്നും മാറ്റം വരുത്താതെ, അല്ലെങ്കിൽ കേവലം കുറച്ച് നാൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കംഫർട്ടാണ് അത് അല്ലേ. നമ്മുടെ പാപം നമുക്ക് മാനസാന്തരപ്പെടേണ്ട, നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റി വയ്ക്കേണ്ട, കേവലം 10-30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം നമുക്ക് ക്ഷമിച്ചാൽ മാത്രം മതി, നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് ആരുടെ മുന്നിൽ അവതരിപ്പിച്ചാലും അവർക്ക് അത് സ്വീകാര്യമാണ്. അതിൻ്റെ പിറകിലേക്ക് പോകാനായിട്ടായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം കേവലം ഒരു 30 ദിവസം സഹിച്ചാൽ മതി, നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടുന്നു. അപ്പോൾ ഇതിൽ ചിന്തിക്കുക, ദൈവം പലപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പല കാര്യങ്ങളും ദൈവം തരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എപ്പോഴും വരുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമായിരിക്കില്ല. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരാൾ മദ്യപനായ ഒരു വ്യക്തി മദ്യം കഴിക്കാനായിട്ട് പൈസ ഇല്ലാതിരിക്കുമ്പോൾ അയാൾ പ്രാർത്ഥിക്കുന്നു,
ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്ക് ഇന്ന് മദ്യപിക്കാനായിട്ട് പൈസയില്ല, എനിക്ക് പൈസ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അയാളുടെ കയ്യിലേക്ക് പൈസ ലഭിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിന് അദ്ദേഹം നന്ദി പറയുന്നു. അദ്ദേഹം പോയി മദ്യപിക്കുന്നു. അദ്ദേഹം മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അവൻ്റെ കുടുംബത്തിൽ അവൻ തിന്മകൾ നടത്തുന്നു. അപ്പോൾ ഇയാൾക്ക് പൈസ കിട്ടി എന്നുള്ളത് ഒരു അത്ഭുതമാണ് അല്ലേ? അത്ഭുതമാണ്, ഒരു അനുഗ്രഹമാണ് അയാളുടെ കണ്ണിൽ. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ആത്യന്തികമായിട്ട് അയാളുടെ നാശത്തിനായിട്ടാണ് അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചത് അല്ലേ? അപ്പോൾ ഇവിടെ അനുഗ്രഹിച്ചത് ആരായിരിക്കാം? ദൈവമാണോ അതോ പിശാചാണോ? നിങ്ങളിത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം പല കാര്യങ്ങളും വേണ്ട അല്ലെങ്കിൽ നമുക്ക് തരാതിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കതിലേക്ക് വരാനായത് നമുക്ക് തടസ്സം നിൽക്കുന്നത് പലപ്പോഴും ചിലപ്പോൾ തിന്മ മാത്രമായിരിക്കണമെന്നില്ല. ദൈവവും നമ്മുടെ പല കാര്യങ്ങളിൽ തടസ്സം നിൽക്കും. കാരണം നമ്മൾക്ക് ആ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാശത്തിനും നമ്മുടെ ആത്മാവിൻ്റെ നിത്യനാശത്തിനും അത് കാരണമാകുന്നെങ്കിൽ ദൈവം ആ അനുഗ്രഹം നമുക്ക് തരാൻ തയ്യാറാവാതെ തടഞ്ഞിരിക്കും. കാരണം നമ്മുടെ മനസ്സ് മാറുന്നതിന് വേണ്ടിയിട്ട് ദൈവം കാത്തിരിക്കും. നമ്മുടെ മനസ്സ് പാകപ്പെടാനായിട്ടും അത് ബോധ്യപ്പെടാനായിട്ട് ദൈവം കാത്തിരിക്കും. എന്നാൽ നമ്മൾ പറയുകയാണ് ഈ ഒരു അവസ്ഥയിൽ, അതായത് ഇപ്പോൾ ഇതിനെ വളരെ സിമ്പിളായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ മകൻ കാനഡയിൽ പോകാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. കാനഡയിൽ പോയാൽ മാത്രമാണ് എൻ്റെ മകൻ രക്ഷപ്പെടുകയുള്ളൂ, അവനൊരു വലിയൊരു സാമ്പത്തിക നിലവാരവും ജോലിയും കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങളുടെ മകനെ പറ്റി അറിയാവുന്ന ദൈവം നോക്കുമ്പോൾ നിൻ്റെ മകന് നല്ലൊരു ആത്മീയതയില്ല. അവന് കാനഡയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവൻ കണ്ടുമുട്ടാൻ പോകുന്ന കൂട്ടുകെട്ടുകളെ പറ്റി ദൈവത്തിന് ബോധ്യമുണ്ടാകുന്നു. ഇവനവിടെ ചെന്ന് കഴിഞ്ഞാൽ നശിക്കാനായിട്ടായിരിക്കും പോകുന്നത്. ഇവനവിടെ ചെന്ന് കഴിഞ്ഞാൽ പാപത്തിലായിരിക്കും ഇവൻ മുഴുകാൻ പോകുന്നത് എന്ന് കരുതുന്ന ദൈവം ഇവന് ഏറ്റവും നല്ലത് ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്നതാണെന്ന് തീരുമാനിക്കുന്ന ദൈവം. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മകൻ കാനഡയിൽ പോകണമെന്നുള്ളതാണ്. നിങ്ങളതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആ കാര്യത്തിന് തടസ്സം നിൽക്കുന്നു. വേണ്ട, ഇപ്പോൾ നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ മകൻ പോകണ്ട, നിങ്ങൾ ഇവിടെയുള്ള ജോലി ചെയ്താൽ മതി എന്ന് ദൈവം തീരുമാനിക്കുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്തു നിന്നൊരു ഓഫർ വരുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കാര്യം നടന്നു കിട്ടും. അപ്പോൾ നമ്മൾ ദൈവമായിട്ട് അധികം ബന്ധമില്ല, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെയും ദൈവത്തിൻ്റെ ഒരു സ്ഥാപനം തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം, അവിടെ പോയി നോക്കിയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോകുന്നു. അവർ പറയുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുന്നു. ആ പ്രാർത്ഥനയിൽ അവരുടെ മുന്നിൽ നമ്മൾ എല്ലാവരും മടിയറവ് വയ്ക്കുന്നു. നമ്മുടെ ആശ്രയം മൊത്തം അതായിട്ട് മാറുന്നു അല്ലേ? നമ്മുടെ ക്രൈസ്തവ സഭ പഠിപ്പിച്ച കാര്യങ്ങളിലോട്ടൊന്നും പോവാതെ ഇവർ പറയുന്നത് മാത്രം വേദവാക്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. ഇവർ പറയുന്നത് മാത്രം വേദവാക്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളിലൊക്കെ ഒപ്പുവയ്ക്കുന്നു. നമുക്ക് ആ ദിവസങ്ങളാകുന്നതിന് മുമ്പ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നു. നമ്മുടെ മകന് വിസ ശരിയാകുന്നു, അവൻ കാനഡയിലോട്ട് പോകുന്നു. അപ്പോൾ അതുവരെ ഓക്കെയാണ് അല്ലേ? ആ ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ എല്ലാവരോടും പരസ്യപ്പെടുത്തുന്നു, എൻ്റെ മകന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കാനഡയിൽ ജോലി പോയി എന്ന് പറഞ്ഞ് നമ്മൾ പല സ്ഥലങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കഴിയുന്നു. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ചിലപ്പോൾ 1-2 വർഷത്തിന് ശേഷം ആയിരിക്കും നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കാനായിട്ട് തുടങ്ങുന്നതല്ലേ? ഈ മകൻ അവിടെ ചെല്ലുന്നു, ദൈവം അന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ള പോലെ തന്നെ
ആ മകൻ അവിടെ കൂട്ടുകൂടുന്നു, നശിക്കുന്നു, ഇതായി പോകുന്നു, രീതിയിലേക്ക് മാറുന്നു. അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ദൈവവിശ്വാസത്തിൽ നിന്നേ വിട്ടുപോകുന്നു. ചിലപ്പോൾ നശിച്ചു പോകുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കണ്ണിൽ നശിക്കുകയല്ല, അല്ലേ? മനുഷ്യൻ്റെ കണ്ണിൽ നല്ലതെന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന് ചിലപ്പോൾ പൈസ ഉണ്ടായി അവൻ വലിയ കൊമ്പത്തിരിക്കുമ്പോഴാണ് എല്ലാവരും അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ നശിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ സ്വന്തം ആത്മാവിൽ എല്ലാ തിന്മകളും ചെയ്തുകൊണ്ട് സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കണ്ണിൽ ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നശിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവൻ അങ്ങനെ ജീവിച്ച് അവൻ്റെ ജീവിതം അങ്ങനെ പോയി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ചില അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയത് ചിലപ്പോൾ ദൈവമായിരിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്ന് പറയില്ലേ, മിമിക് ചെയ്യാന്ന് പറയില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ഏറ്റവും നല്ല വസ്ത്ര സ്ഥാപനങ്ങൾക്ക്, അതായത് ഇപ്പോൾ നമുക്കറിയാം അഡിഡാസ് അല്ലെങ്കിൽ നൈക്കി തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ വസ്ത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉള്ളത്. കാരണം എന്തുകൊണ്ടാണ്? അത് ഏറ്റവും നല്ല ബ്രാൻഡാണ്, അതിനെ ആൾക്കാർക്ക് വിശ്വാസമുണ്ട്, അത് ആൾക്കാർ കൂടുതലായിട്ട് മേടിക്കുന്നു എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങും. പൈസ കുറവിന് ആൾക്കാർക്കും കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ പല ആൾക്കാരും അത് ഫേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏറ്റവും നല്ല ഡിവൈസുകൾക്കൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ആത്മീയതയുടെ രംഗത്തിൽ, അല്ലേ? നല്ല കുറേ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ നല്ല ദൈവത്തിലേക്ക് അടുക്കാനായിട്ടുള്ള നിരവധി നല്ല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്നാൽ നിങ്ങൾക്ക് അവയിലേക്ക് എത്താൻ പറ്റില്ല. അതിൻ്റെ കുറേയൊക്കെ ചായ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലേ? ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ നിബന്ധനകൾ ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ, പാപമേഖലയിൽ 2-3 പാപങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അത് ഇത്ര ദിവസത്തേക്ക് വേണ്ടിയിട്ട്, 30-60 ദിവസത്തേക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്. ബൈബിൾ വായിക്കുക, അരമണിക്കൂർ ദിവസം വായിക്കുക. സുവിശേഷ പ്രഘോഷണത്തിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആവുക. ആ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്നത് ഈ നന്മകൾ നടന്ന കാര്യങ്ങൾ, ഈ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാവരോടും പറയുക. അത് പറയാനായിട്ടുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ദാനധർമ്മ പുണ്യപ്രവർത്തികൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നിബന്ധനകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നിബന്ധനകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ, നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതി സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ആവശ്യങ്ങൾ നടന്നു കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, പ്രാർത്ഥനയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരു മനുഷ്യൻ എങ്ങനെ പാപത്തിൽ നിന്ന് അയാൾക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും? അയാൾ പാപത്തിലാണെങ്കിൽ എങ്ങനെ അയാൾക്ക് ആ പാപത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും? നമുക്ക് പറയാം, അല്ലേ, നീ ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്ത്. പക്ഷേ ഒരു വ്യക്തി പാപത്തിന് അടിമത്തത്തിലാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ മാനസാന്തരം അനുഭവം ലഭിക്കാതെ, അയാൾ ആ പാപം കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയാതെ, പാപമോചനം ലഭിക്കാതെ അയാൾക്ക് എങ്ങനെ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും? പറയുമ്പോൾ പാപം ഉപേക്ഷിക്കാമെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി എല്ലാവർക്കും പാപം ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ മാനസാന്തര അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനമാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനം ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത് കേവലം ഉപദേശം കൊണ്ടോ, ഒരാൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് ഇന്ന് മുതൽ പാപം ചെയ്യരുതെന്ന് തീരുമാനിച്ചാലൊന്നും പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിന് ദൈവമാണ് പ്രവർത്തിക്കണം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ, അവൻ്റെ ഉള്ളിൽ മാനസാന്തര അനുഭവം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ കൃപ വരണം, പാപത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കൃപ വരണം, പാപബോധം വരണം. ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. ഈ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ വചനം കേൾക്കണം, പാപത്തെപ്പറ്റി ബോധമുണ്ടാകണം, അല്ലെങ്കിൽ കൂദാശകൾ സ്വീകരിക്കണം,
കുമ്പസാരം, കുർബാന എന്നിവ സ്വീകരിക്കാതെ ഒന്നും ഈ രക്ഷ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയില്ല. അപ്പോൾ അതൊന്നും ചെയ്യാതെ കേവലം ഈ ഒരു വാക്കുകളിൽ കൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും? അതുപോലെ തന്നെ പലരും മാതാവിനെയും മറ്റ് വിശുദ്ധന്മാരെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ മാതാവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാതാവ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൽ മൊത്തം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1000 സ്ഥലങ്ങളിലെങ്കിലും മിനിമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പലരും പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ കേവലം 10ൽ താഴെ സ്ഥലങ്ങളേ ഉള്ളൂ നമ്മുടെ കത്തോലിക്ക തിരുസഭ അതിന് ഔദ്യോഗികമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നും ഇതുപോലുള്ള മെസ്സേജുകൾ നൽകി എന്നും കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ള കേവലം 10-15 അതിൻ്റെ ഇടയിലുള്ള അത്രയും ചെറിയ അത്ഭുത സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ലൂർദ്, ഫാത്തിമ, അതുപോലെ തന്നെ ഗ്വാഡാലൂപ്പെ, അതുപോലുള്ള കുറച്ച് സ്ഥലങ്ങൾ. അപ്പോൾ അതിലൊന്നും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനങ്ങളോ സ്ഥലങ്ങളോ ഇല്ല. ഇപ്പോൾ ഈവൻ വേളാങ്കണ്ണി മാതാവിൻ്റെ വലിയ പ്രത്യക്ഷീകരണമെന്ന് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാവരും പോകുന്ന ഏറ്റവും വലിയ ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി. അപ്പോൾ വേളാങ്കണ്ണി പോലും ആ ലിസ്റ്റിലില്ല. പക്ഷേ അതെല്ലാം അവിടുത്തെ പ്രാദേശിക സഭ അതിനെ വണങ്ങാനും സന്ദർശിക്കാനും ഒക്കെ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അത് ഓരോ മെത്രാൻ സമിതിക്കും അവർക്ക് തീരുമാനിക്കാം, അതിനൊക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരമൊക്കെ അവർക്കുണ്ട്. പക്ഷേ കത്തോലിക്ക സഭ മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ വളരെ ചുരുക്കം മാത്രമാണ്. അതിൽ പോലും നമ്മുടെ ഇപ്പോൾ അടുത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സ്ഥലമെന്ന് എല്ലാവരും കരുതുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ ഏറ്റവും അനുഭവങ്ങൾ ലഭിക്കുന്ന മാതാവിൻ്റെ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന മെജുഗോറി പോലും അതിൽ ലിസ്റ്റിലില്ല. മെജുഗോറിനെ കത്തോലിക്ക സഭ കാണുന്നത്, മാർപ്പാപ്പയുടെ വർത്തിക്കാൻ കാണുന്നത് കേവലം അതൊരു സന്ദർശനത്തിനും സഞ്ചാരികൾക്ക് ഒന്ന് സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനുള്ള അനുമതിയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നും ആ സന്ദേശങ്ങൾ ഔദ്യോഗികമായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അത്രയധികം സൂക്ഷ്മത ഇതിൽ വർത്തിക്കാനും നമ്മുടെ കത്തോലിക്ക തിരുസഭ പുലർത്തുന്നുണ്ട് പല പ്രത്യക്ഷങ്ങളെ പറ്റിയും അത്ഭുതങ്ങളെ പറ്റിയും. അപ്പോൾ കേവലം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മാത്രം, ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ദീപികാരുണ്യ അത്ഭുതത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പലരും കമൻറ്റ് അതിൻ്റെ അടിയിൽ ചെയ്യേണ്ടായി. ഇപ്പോൾ അത്ഭുതം എവിടെ പോയി, എവിടെയാണത്, ഇപ്പോൾ അതെന്താണ് കാണിക്കാത്തത്, അതെല്ലാം ഫേക്കായല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കത്തോലിക്ക തിരുസഭയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്തരുത് എന്നുള്ളത് തന്നെയാണ് കർശനമായിട്ട് കത്തോലിക്ക സഭ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അതറിയാതെ പലപ്പോഴും മീഡിയകൾ അതിലെത്തുന്നു, അത് പരസ്യമാക്കപ്പെടുന്നു. പക്ഷേ കത്തോലിക്ക സഭ അത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണമെങ്കിൽ അത് പരസ്യപ്പെടുത്താൻ പാടില്ല. ആരും അത് വന്ന് വണങ്ങാനോ ഇത് അത്ഭുതമാണെന്ന് പറയാനോ പാടില്ല. അത് വിദഗ്ധമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം, വളരെ കാലങ്ങൾക്ക് ശേഷം മാത്രമാണ്, അപ്പോഴും അതിന് പ്രസക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഒരു അത്ഭുതമായിട്ടോ അടയാളമായിട്ടൊക്കെ സഭ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോഴും കത്തോലിക്ക സഭയിൽ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിലുള്ള അത്ഭുതങ്ങളും നിരവധി അടയാളങ്ങളൊക്കെ പെൻഡിങ് ലിസ്റ്റിൽ കിടക്കുകയാണ്. അതൊക്കെ വളരെ സാവധാനത്തിൽ, വളരെയധികം പഠനത്തിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് അത് അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് കത്തോലിക്ക തിരുസഭയുടെ അവരുടെ സ്റ്റാൻഡ് ഇതിൽ. അപ്പോൾ പലപ്പോഴും ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മാതാവിൻ്റെ ഇപ്പോൾ ഔദ്യോഗിക പ്രത്യക്ഷീകരണമുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ലൂർദ്, ഫാത്തിമ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ മാതാവ് പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യം ഇതാണ്: നിങ്ങൾ മാനസാന്തരപ്പെടുക, പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കുക, മാനസാന്തരപ്പെടുക. എൻ്റെ പുത്രൻ വഴിയായിട്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ തിരുസഭയോട് ചേർന്ന് നിൽക്കുക,
അടുക്കടുക്കലായിട്ട് നിങ്ങൾ കുമ്പസാരിക്കുക, പാപത്തിൽ നിന്ന് മാറി നിൽക്കുക, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഈ കാര്യങ്ങളാണ് മാതാവിന് പറയാനുള്ളത്. അല്ലാതെ വേറൊന്നും മാതാവിനും പറയാനില്ല. എവിടെ പ്രത്യക്ഷീകരണം സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മാതാവ് വീണ്ടും വീണ്ടും ഓരോരുത്തരോടും പറയുന്നത് നിങ്ങൾ അനുദപിക്കാൻ പറയും, എല്ലാവരോടും പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറയും, പാപത്തിൽ നിന്നും മോചനം ലഭിക്കാനായിട്ട് പറയും. ഇതൊക്കെ തന്നെയാണ്, സമയം അടുത്തിരിക്കുന്നു, വേഗം ഇതൊക്കെ ചെയ്യുന്നുള്ള കാര്യം മാത്രമാണ് മാതാവിന് പറയാനുള്ളത്. അതല്ലാതെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ആവശ്യങ്ങളായിട്ട് പോരെ, ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധ്യമാക്കി തരാം, ഇഷ്ടമുള്ള ആവശ്യങ്ങൾ പോരെ, ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ചെയ്തു തരാൻ മതി, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് മാതാവ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, ലൗകികത എന്ന് പറയുന്നത് ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കുക എന്നുള്ളത് ആരുടെ അജണ്ടയാണ് നമുക്കറിയാം. മനുഷ്യനെ ഭൂമിയിൽ തളച്ചിടുക, ഭൂമിയിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭൂമിയിൽ കാര്യങ്ങൾക്ക് നടന്നു കിട്ടുവാനായിട്ട്, ഭൂമിയിലെ സമ്പത്തിന് വേണ്ടിയിട്ട്, ഭൂമിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുന്നിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാനായിട്ട്, ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇതൊക്കെ തിന്മയുടെ വഴികൾ ആയിരിക്കാം. എല്ലാം അതങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള വഴികളും അതിലുണ്ടാവായിരിക്കാം. അപ്പോൾ അതൊക്കെ നടക്കണമെന്ന് പറയുന്നത്, അത് നടന്നു കിട്ടുക എന്ന് പറയുന്നത് അത് തിന്മ പ്രവർത്തിക്കുമ്പോഴാണ് നടന്നു കിട്ടുക, അതല്ലേ? അതല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇടുങ്ങിയ വഴികളൊക്കെ ആയിരിക്കാം, അല്ലേ? ദൈവം പല കാര്യങ്ങൾ, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് ദൈവം പല കാര്യങ്ങളും വേണ്ടാന്ന് പറയും. നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യണ്ട. മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ വഴി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി ആ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക സ്ഥാപനമാണെങ്കിൽ അവിടെ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ്? ഒന്ന്, ക്രിസ്തുവിൻ്റെ രക്ഷ പഠിപ്പിക്കണം. ക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷയെപ്പറ്റി അവരോട് പറയണം. അത് പറയാതെ ഈ അനുഗ്രഹങ്ങൾ നടന്ന ഈ ആഴ്ച നടന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയും മാത്രം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്തിൻ്റെ ഭൂരിഭാഗം സമയം അതിനു വേണ്ടി ചെലവഴിക്കുക. അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി സ്ഥാപിക്കാനായിട്ട് ബൈബിളിലെ വാക്യങ്ങളെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാക്യങ്ങൾ എടുത്തുകൊണ്ട് അതിനു വേണ്ടി മാത്രം സ്ഥാപിക്കാനായിട്ട് ബൈബിൾ ഉപയോഗിക്കുക. യേശു ക്രിസ്തുവിനെ ഒരു കാഴ്ചക്കാരനെ പോലെ അവിടെ നിർത്തുക. എന്നിട്ട് മാതാവിനും പുണ്യാളന്മാർക്കും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ അവഹേളനം കൂടി അവിടെ നടക്കുന്നുണ്ട് നമ്മളറിയാതെ, അല്ലേ? പരിശുദ്ധ കുർബാനയെ നമ്മൾ ബഹുമാനിക്കാതെ, അത് വേറൊരു രീതിയിൽ അതിൻ്റെ വേറൊരു കാര്യത്തെ നമ്മൾ കൂടുതലായിട്ട് ബഹുമാനിച്ചുകൊണ്ട് അവിടെ അവഹേളിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്നുകൂടിയും ശരിക്കും വിലയിരുത്തണം. അപ്പോൾ ആദ്യം ക്രിസ്തുവിനെ പറ്റിയിലൂടെ ക്രിസ്തുവിൻ്റെ രക്ഷ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിപ്പോൾ സഞ്ചരിക്കുന്ന വഴികളൊക്കെ ശരിയാണോ എന്ന് ജനത്തിന് ബോധ്യപ്പെടുത്തണം. പാപത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം, ഇതൊക്കെയാണ് പാപങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിരവധി അക്രൈസ്തവർ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ എന്താണ് അവർ കാണുന്നത്? ഒരു ക്രൈസ്തവ സ്ഥാപനം പറയുന്നു, നിങ്ങൾ ഹിന്ദുക്കളോ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരോ നിങ്ങൾ വരുക, നിങ്ങളുടെ എന്ത് ആഗ്രഹമായിട്ട് ഇങ്ങോട്ട് പോരെ, നമ്മുടെ ഈ പറയുന്ന കുറച്ച് ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ, അതും അവരുടെ മതങ്ങളിലൊക്കെ ഉണ്ട് ഇതുപോലത്തുള്ള ക്രിയകൾ, അല്ലേ? ഇപ്പോൾ ചാത്തൻ സേവ എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള പൂജകളെന്ന് പറഞ്ഞുകൊണ്ടും അവർക്കൊക്കെ കുറേ ക്രിയകളുണ്ട്. ഏത് ആഗ്രഹം സാധിച്ചു കിട്ടാനായിട്ട് ഇന്ന ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാറുണ്ട്, കിട്ടാതിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവരോട് നമ്മൾ പറയുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഞങ്ങളിവിടെ കുറച്ച് ക്രിയകൾ കാണിച്ചു തരാം, ഈ ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടും. പക്ഷേ ഇങ്ങനെ വരുന്ന വ്യക്തിയോട് സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ടോ? സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് വേറെ കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സുവിശേഷം, അല്ലേ? യേശു മാത്രമാണ് ഏക രക്ഷകൻ, യേശു മാത്രമാണ് നിങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയുന്നത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു,
യേശുവിലൂടെ ലഭിച്ച രക്ഷ അവരെ ബോധ്യപ്പെടുത്തുക, പാപത്തെ പറ്റി ബോധ്യപ്പെടുത്തുക. ഇതൊക്കെയാണ് പാപങ്ങൾ, ഇതൊക്കെ നിങ്ങൾ വ്യർത്ഥുപേക്ഷിക്കണം. കേവലം 1-2 പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ആവരുത്. ദൈവം പറഞ്ഞിട്ടുള്ള 3 പാപം ഉപേക്ഷിച്ച് കഴിഞ്ഞ് ബാക്കി 7 നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരിക്കലും ഒരാൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലേ? 3 പാവങ്ങൾ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ്, നമ്മൾ ഒരു പാപവും നമ്മളിൽ അവശേഷിക്കാൻ പാടില്ല, ഒരു പാപവും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു മാനസാന്തര അനുഭവം ലഭിക്കണമെങ്കിൽ വചനം പ്രഘോഷിക്കണം, വചനത്തെ പറ്റി പറയണം, യേശു പറഞ്ഞതൊക്കെ അവരെ പഠിപ്പിക്കണം, യേശു പറഞ്ഞതെല്ലാം പഠിപ്പിക്കണം. ബൈബിൾ വചനം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ബൈബിൾ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. അതുപോലെ തന്നെ അവരെ തിരുസഭയിലേക്ക്, ഒരു കത്തോലിക്ക സ്ഥാപനമാണെങ്കിൽ തിരുസഭയിലേക്ക് അവരെ ആകർഷിപ്പിക്കണം. അതായത് തിരുസഭയിലാണ് ഈ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ പാപം എങ്ങനെ മോചിതനാവും. ഇപ്പം നിങ്ങൾക്ക് പാപത്തെ പറ്റി ബോധ്യപ്പെട്ടു, പശ്ചാത്താപം ഉണ്ടായി, കാര്യം ശരിയാണ്. പക്ഷേ ഒരു അക്രൈസ്തവനായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെ പാപം മോചിക്കാനായിട്ട് സാധിക്കും? അപ്പോൾ അവരോട് മാമോദിസയെ പറ്റിയും കുമ്പസാരത്തെ പറ്റി പറയണം. ഇത് കൂടാതെ ഒരാളുടെയും പാപമോചനം നടക്കില്ല, അല്ലേ? കേവലം നമുക്ക് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവർക്ക് പാപബോധം വരാം, മാനസാന്തരം വരാം. പക്ഷെ അവർക്കിടെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ ആത്യന്തികമായിട്ട് അവർ മാമോദിസ സ്വീകരിക്കണം, അല്ലെങ്കിൽ കുമ്പസാരിക്കണം. അതിനുശേഷം വിശുദ്ധ ബലി അർപ്പിക്കണം, അല്ലേ? ബലിയിൽ കൂടെ മാത്രമാണ് യേശുവിലൂടെയുള്ള രക്ഷ കൈവരുകയുള്ളൂ, അല്ലേ? വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അവിടുത്തെ രക്ഷയിൽ പങ്കുചേരുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഇതൊന്നും അവരെ പറഞ്ഞ് പഠിപ്പിക്കാതെ കേവലം കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് നിങ്ങൾ ഇനി വീട്ടിൽ പൊക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിച്ചോ എന്ന് പറഞ്ഞ് വിടുന്നതിനെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇപ്പോൾ ഞാനീ പറയുമ്പോൾ നിങ്ങൾ പലരും പറയും, ഇല്ല അവരങ്ങനെയല്ല പറയണേ, നിങ്ങൾ പാപത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും പാപത്തിൽ മാറി നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതൊക്കെ ഒരു തന്ത്രമല്ലേ, അല്ലേ? ഇപ്പോൾ നമുക്കറിയാം, പിശാച്, ഞാൻ ആരും പിശാചാണെന്ന് പറയുന്നില്ല, ചിലപ്പോൾ പലരെയും അന്ധമാക്കിയതായിരിക്കാം. നമുക്കറിയാം, നമുക്ക് നന്മയുള്ളത് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മളെ വഴിതെറ്റിക്കാം. ഇത് നന്മയുടെ വഴിയാണ്, ഇത് ശരിയായ വഴിയാണെന്ന് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ട് നമ്മളെ തെറ്റിൽ വഴി കൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മളെ കുഴിയിൽ ചാടിക്കാനായിട്ട് പിശാചിന് സാധിക്കും. പിശാച് എപ്പോഴും ഈ മോശം, അതായത് നമ്മുടെ മനസ്സിൽ പിശാച് എന്ന് പറയുന്നത് കുരിശ് കാണുമ്പോൾ പേടിച്ചോടുന്നതും, അതായത് ലോഹ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ഓടിപ്പോകുന്നതും, വിശുദ്ധജലം കണ്ടു കഴിഞ്ഞാൽ ഓടി മാറുന്നതും, പള്ളിയുടെ 7 അയൽവക്കത്ത് അടുക്കാത്തതുമായിട്ടുള്ള പിശാചിനെ പറ്റിയാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പിശാച് തിരുസഭയുടെ ഉള്ളിൽ വരെ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്, അല്ലേ? വൈദികരിൽ കൂടെ നമുക്കറിയാം, നമ്മുടെ സീറോ മലബാർ സഭയിൽ ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ കണ്ട ജനങ്ങളല്ലേ നമ്മൾ, അല്ലേ? എത്ര പള്ളികളിൽ വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടു, അതിനെത്ര വൈദികർ നേതൃത്വം നൽകി, എത്ര പൂജ്യമായ സ്ഥലങ്ങളിൽ ദൈവത്തെ അവർ പരസ്യമായിട്ട് അവഹേളിച്ചു. അപ്പോൾ അതിൻ്റെ പിറകിൽ ആരാണ്? അത് ദൈവമാണോ? അപ്പോൾ പിശാചിന് എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാം, എവിടെയെങ്കിലും വേണമെങ്കിലും നുഴഞ്ഞു കയറാം. പ്രത്യേകിച്ച് പറയുന്നു, ദൈവം അതിന് അനുവാദം കൊടുത്തു. പിശാചിന് ശക്തി ഉണ്ടായതുകൊണ്ടല്ല, ദൈവം അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്, അല്ലേ? ദൈവം അനുവാദം കൊടുത്തില്ലെങ്കിൽ ഒരാൾക്കും പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദൈവം, അന്ത്യകാലമാണിത്, അന്ത്യകാലത്തിൽ ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ട് അവൻ്റെ കലാശക്കൊട്ട് കൊട്ടാനായിട്ട്. ആ കലാശക്കൊട്ടിൻ്റെ പരിണിത ഫലങ്ങളാണ് പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത്. നമ്മളപ്പോൾ ജാഗരൂകരായിട്ട് നമ്മൾ ഇരുന്നില്ലെങ്കിൽ നമ്മളെ അവൻ വഴി തെറ്റിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് അവൻ മാറ്റി, അതായത് ഈ വഴി തുടങ്ങുന്നത് ചിലപ്പോൾ നല്ല ശരിയായ ദൈവത്തിൻ്റെ വഴിയായിരിക്കാം, അല്ലേ? ഇന്ന് കാണുന്നത് നന്മയുടെ വഴികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ സഞ്ചരിച്ച് തുടങ്ങുന്നത് ചിലപ്പോൾ ദൈവത്തിലേക്കുള്ള വഴിയിൽ കൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ പതിയെ നമ്മുടെ ഈ ട്രെയിൻ പാളം ചേഞ്ച് ചെയ്യുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ ഈ പാളം തന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഡിവേറ്റ് ചെയ്ത് യഥാർത്ഥ വഴിയിൽ നിന്ന് മാറി മനുഷ്യനെ വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ കുഴിയിലേക്ക് ചാടിക്കുന്ന രീതിയിൽ അത് മാറും.
അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും പിറകെ നമ്മൾ പോകരുത്. അതിനെയൊക്കെ വളരെ വിവേചനത്തോടു കൂടി പ്രാർത്ഥനയിൽ കൂടെ മാത്രമാണ്, അതിനെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്? ഇന്ന് ഇതിനെ അംഗീകരിക്കുന്നവരാരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും തങ്ങൾക്ക് ഇഷ്ടം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നടന്നാൽ മാത്രം മതി. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആർക്കും ദൈവത്തെ വേണ്ട അല്ലേ? ദൈവത്തെ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും. നമ്മൾ പാട്ടിലൊക്കെ പാടുമല്ലേ, സർവവും സമർപ്പിക്കുന്നു ഞാൻ, സർവ്വതും നിൻ്റെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് കുമ്പിടുന്നു എന്നൊക്കെ നമ്മൾ വലിയ വാക്കിലൊക്കെ പറയും. പക്ഷെ ഒന്നും നമുക്ക് സമർപ്പിക്കാനായിട്ട് പറ്റില്ല അല്ലേ? ഒന്നും വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം മാത്രം എനിക്ക് മതി, എനിക്ക് അനുഗ്രഹം വേണ്ട, അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ദൈവം ഇത് നടത്തി തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ദൈവം എനിക്കിത് തന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ദൈവം മാത്രം മതി എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ മനസ്സുള്ളവൻ്റെ കൂടെയാണ് ദൈവം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവനാണ് ഇതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. യഥാർത്ഥ വഴി ഏതാണ്, യഥാർത്ഥ വഴിയിൽ കൂടെ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അകലം പാലിച്ച് നിൽക്കണം, ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്നുള്ളതൊക്കെ അങ്ങനെയുള്ളവനാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുള്ളൂ. അപ്പോൾ ഹൃദയത്തിൽ നൈർമല്യത വേണം. അതുപോലെ തന്നെ കുടിലമായ തന്ത്രങ്ങൾ നമുക്കറിയാം. കുറേ പ്രാർത്ഥനക്കാരുണ്ട് അല്ലേ? എന്ത് കിട്ടിയാലും ഫോർവേഡ് ചെയ്യുന്നവർ, വലിയ വായിൽ സ്തുതിക്കുന്നവരൊക്കെ ഉണ്ട്. പലരുടെയും മനസ്സ് ദുഷിച്ച മനസ്സും. അപ്പോൾ ദൈവത്തിന് നോക്കുന്നത് എവിടേക്കാണ്? ഒരാളുടെ പ്രാർത്ഥനയും ചുണ്ടിലേക്കല്ല ദൈവം നോക്കുന്നത്. ദൈവം നേരെ നോക്കുന്നത് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലേക്കും ആത്മാവിലേക്കാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവത്തിന് കാണാൻ കഴിയുന്നത് കുടിലതയാണ് അല്ലേ? അവൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ അവൻ മറച്ചു പിടിച്ചിട്ടുണ്ട്. കളവ് ചെയ്യാനായിട്ട് അവൻ്റെ ഉള്ളിൽ വെറുപ്പ്, വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്, അവൻ സ്തുതിക്കുന്നത്. അവന് ഇതിന് ശേഷം, ഈ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന് ചെയ്യാൻ പോകുന്ന തിന്മ ഇപ്പോൾ തന്നെ അവൻ്റെ മനസ്സിലുണ്ട്. ഈ സ്തുതിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ചെന്ന് വീട്ടുകാരായിട്ട് വഴക്കിടാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും തീരുമാനിച്ച് വെച്ചിരിക്കുന്നവർ. അപ്പോൾ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ നൈർമല്യത ഉള്ളവരെയാണ് ദൈവം കടാക്ഷിക്കുക, ദൈവം ഇതിങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുക, അവർക്കാണ് ഇതിനെപ്പറ്റി ബോധ്യപ്പെടുത്തുക. അല്ലാത്തവൻ വഴിയിൽ കാണുന്ന എന്ത് കാര്യം കണ്ടാലും അതിൻ്റെ പിന്നാലെ ഓടാനായിട്ടുണ്ടാവും. അതിൻ്റെ പിന്നാലെ പോയി അവൻ്റെ ജീവിതം അവൻ അവസാനിപ്പിക്കും. ലോകത്തിലവനൊക്കെ വലിയ ആളായിരിക്കും അല്ലേ? ഞാൻ പറയുന്നില്ല ഇങ്ങനെ നടക്കുന്നവർക്ക് ലോകത്തിൽ അനുഗ്രഹം ലഭിക്കുന്നു. അവരൊക്കെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആൾക്കാരായിരിക്കും. അവർക്ക് സമ്പത്തുണ്ടാവും, ഇഷ്ടം പോലെ ഇട്ടുമൂടാനുള്ള വകകളുണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ആത്മാവ് മാത്രം ഉണ്ടാവില്ല അവരുടെ കയ്യിൽ. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നിങ്ങളൊന്നുകൂടി ചിന്തിച്ച് നോക്കുക. നമ്മുടെ ചുറ്റുമുള്ള സ്ഥാപനങ്ങളും ചുറ്റുമുള്ള കാര്യങ്ങളും പറയുന്ന ആൾക്കാരിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുക. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ടോ? ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രഘോഷിക്കുന്നുണ്ടോ? ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകനെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? തിരുസഭയോടെ ആൾക്കാരെ ചേർത്ത് നിർത്തുന്നുണ്ടോ? പാപമോചനം പ്രാപിക്കാൻ പറയുന്നുണ്ടോ? പാപത്തെപ്പറ്റി പറയുന്നുണ്ടോ? പാപത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടോ? മാനസാന്തരം അനുഭവിക്കുന്നുണ്ടോ വ്യക്തികൾ? കേവല അനുഗ്രഹം ലഭിച്ച് അവർ വീണ്ടും പാപത്തിൽ തന്നെ ജീവിച്ചു പോവാതെ അവരെല്ലാവരും മാനസാന്തരപ്പെട്ടുകൊണ്ട് പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നുണ്ടോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുക. അവിടെയായിരിക്കും യഥാർത്ഥത്തിൽ ദൈവവചനം പ്രഘോഷിക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നു. അല്ലാത്ത സ്ഥലങ്ങൾ തൽക്കാലത്തേക്കുള്ള ചെറിയ ഈ മഴയത്ത് പൊന്തിയ തകരകൾ പോലെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കാം. അവിടെയൊക്കെ എന്തായിരിക്കും അതിൻ്റെ അവസാനമെന്ന് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ ടോക്ക് അവസാനിക്കുന്നു. വെൽക്കം ടു കോമൺ സെൻസ്.